എൻ്റെ പേര് സീന. എൻ്റെ സ്ഥലം മൂവാറ്റുപുഴ. ഞാനൊരു യാക്കോബായ സഭയിൽപ്പെട്ട ആളാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 ഓഗസ്റ്റ് 26 തീയതിയാണ്. കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല, എപ്പോഴും കലഹമായിരുന്നു, പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നില്ല. അപ്പോൾ ഒരു 15 വർഷത്തോളമായിട്ട് കുടുംബത്തിൽ കലഹവും സമാധാനമില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പ്രത്യക്ഷ പ്രാർത്ഥന രാവിലത്തെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി തുടങ്ങി, വൈകുന്നേരവും ചൊല്ലി തുടങ്ങി, ബൈബിള് വായന തുടങ്ങിയതോടുകൂടി ആ ഒരു കലഹത്തിൻ്റെ ഒരു മേഖലയിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടുതൽ കിട്ടി. എനിക്ക് ക്ഷമിക്കാനുള്ളൊരു ഇത് എനിക്ക് ദൈവം തന്നു. പിന്നെ എൻ്റെ 15 വർഷത്തോളമായിട്ട് ഞാൻ കല്യാണത്തിന് മുമ്പ് എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പക്ഷേ കല്യാണത്തിന് ശേഷം ഈ കുടുംബകലഹം കൊണ്ട് എനിക്കൊരു പള്ളിയിൽ പോകണമെന്നുള്ള ആഗ്രഹമോ അങ്ങനെ ഒന്നും ഇല്ലാണ്ടായിരുന്നു. അത് എനിക്ക് വീണ്ടും തിരിച്ച് കിട്ടി. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാനും കുർബാന സ്വീകരിക്കാനും കുമ്പസാരിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങളുടെ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു കൃപ ദൈവം തന്നു. അത് അച്ഛൻ്റെ എല്ലാ ആഴ്ചയിലും ധ്യാനം കൂടുന്ന വഴി എനിക്കത് ലഭിച്ചു. പിന്നെ പറയാനുള്ളത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. എൻ്റെ മകൾക്ക് എൻ്റെ അമ്മച്ചി ഒരു കൊറോണ വന്ന പെട്ടെന്ന് മരിക്കാനുള്ളൊരു സാഹചര്യത്തിൽ എൻ്റെ അമ്മച്ചിയോട് നല്ലൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു എൻ്റെ മകൾക്ക്. അപ്പോൾ അത് പെട്ടെന്നുണ്ടായ ഒരു അവസ്ഥയിൽ അവൾക്കൊരു സങ്കടം വരുന്നതോടുകൂടി അതൊരു ഭയമായി മാറിയായിരുന്നു. ആ ഭയത്തിൻ്റെ ഒരു അവസ്ഥയിൽ നിന്ന് അവൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്നുണ്ടായ ഭയം ഉണ്ടായപ്പോൾ ഞാൻ അത് കാശുരോഗം വെച്ച് പ്രാർത്ഥിച്ചു. അത് തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. കാശുരൂപം അവർക്ക് തലയിൽ വെച്ചിട്ടും നെറ്റിയിൽ കുരിശ് വരച്ച് കയ്യിൽ കുരിശ് വരച്ച് അങ്ങനെ ദിവസം പ്രാർത്ഥിച്ചു തുടങ്ങി. ആ പ്രാർത്ഥനയിലൂടെ അവൾക്ക് ആ ഭയം ഇതുവരെ അങ്ങനൊരു ഭയം ഉണ്ടായിട്ടില്ല. പിന്നെ രാവിലെ അവളോട് ഏൽപ്പിച്ച് അവളെ കൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന അവളുടെ കൂട്ടത്തിൽ എന്നെ കൊണ്ട് ചെലുപ്പിച്ചു തുടങ്ങി. ഇപ്പോൾ അവളെ തന്നെ വൈകുന്നേരങ്ങളിൽ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലും. അങ്ങനെ അവളുടെ ആ ഭയത്തിൻ്റെ മേഖല അവളിൽ നിന്ന് പൂർണ്ണമായിട്ട് ദൈവം മാറ്റി തന്നു. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ അവൾക്ക് പരീക്ഷയിൽ മാത്സിന് എന്നും അവർക്ക് മാർക്ക് കുറവായിരുന്നു. ഇപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ചായിരുന്നു അവൾക്ക് നല്ല മാർക്ക് കിട്ടണമെന്ന്. പക്ഷേ ഫുൾ A+ കിട്ടി. മാതാവ് അവൾക്ക് അനുഗ്രഹം നൽകി. പിന്നെ എൻ്റെ സഹോദരന് വേണ്ടിയിട്ടാണ് അതവൻ പറഞ്ഞത്. എൻ്റെ പേര് എൽദോസ്. ഞാൻ കഴിഞ്ഞ 21 വർഷമായിട്ട് കുവൈറ്റിൽ ജോലി ചെയ്യായിരുന്നു. അതിൽ വലിയ കുഴപ്പമില്ലാതെ ജോലി ചെയ്ത് പോരുകയായിരുന്നു. കഴിഞ്ഞ 6 വർഷമായിട്ട് എനിക്കെന്തോ തടസ്സങ്ങളും, നാട്ടിൽ പോകാൻ പറ്റുന്നില്ല, സാമ്പത്തികമായിട്ടും ജോലി 2 മാസം ഉണ്ടാവും, 2 മാസം ഉണ്ടാവില്ല, അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ പോവുകയായിരുന്നു. കഴിഞ്ഞ 2023 നവംബർ മാസം എനിക്കൊരു നല്ലൊരു ജോലി കിട്ടി. അതിൽ നല്ലൊരു പൊസിഷനോടെ എനിക്ക് ജോലി കിട്ടിയത്. അത് പക്ഷേ കുറച്ച് 4 മാസം നീണ്ടുന്നുള്ളൂ. ആ കമ്പനി വീണ്ടും അത് അടച്ചു ക്ലോസ് ചെയ്ത് പോയി. അപ്പോൾ ഫെബ്രുവരിയിൽ ക്ലോസ് ചെയ്ത് പോയി. പിന്നെ ഞാൻ ജോലിയില്ലാതെ 2 മാസം നിന്നു. പിന്നെ അങ്ങനെ ഞാൻ അവരോട് കോൺടാക്ട് ചെയ്ത് എനിക്ക് റിലീസ് താട്ടെ, എൻ്റെ പാസ്പോർട്ട് താട്ടെ എന്നൊക്കെ. പക്ഷേ അവരെ തരാൻ കൂട്ടാക്കിയില്ല. ഞാൻ അങ്ങനെ വീണ്ടും എൻ്റെ സാമ്പത്തിക കൂട്ട് വന്നപ്പോൾ പുറത്ത് പോയി ചെറിയ ജോലികൾ ചെയ്തിരുന്നു. ഡിസംബർ മാസം എൻ്റെ വിസ തീരുന്ന ഒരു ഡേറ്റ് ആവാറായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ പ്രശ്നങ്ങളാണ്, എനിക്ക് നാട്ടിൽ പോരാൻ പറ്റുന്നില്ല, എൻ്റെ പാസ്പോർട്ട് തരുന്നില്ല, കമ്പനി ഇങ്ങനെ ഭയങ്കര പ്രശ്നത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൻ നാട്ടിലുണ്ടായിരുന്നു. അവൻ വന്നപ്പോൾ എനിക്ക് കുറച്ച് പ്രതിഷ്ഠത്തിൻ്റെ ഒരു പേപ്പർ, അതുപോലെ തന്നെ ഉപ്പ്, തൈലം ഇത് തന്നിട്ടു. ഞാനത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രാർത്ഥിച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു പ്രത്യേക ഒരു ധൈര്യം കിട്ടി. പിന്നെ ഞാൻ അങ്ങനെ ഇവിടെ വിളിച്ച് പറഞ്ഞു എനിക്കിനി കുഴപ്പമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് പോരാന്നുള്ള ധൈര്യം കിട്ടി തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് പള്ളിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ പ്രത്യക്ഷപ്രകാരം നിന്ന് ഡെയിലി രാവിലെയും വൈകിട്ടും ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാനതൊക്കെ എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു, രാവിലെയും വൈകിട്ടും. ഞാൻ പള്ളിയിൽ പോയി എന്നും കുമ്പസാരിച്ചു. ഡെയിലി പള്ളിയിൽ പോയി കുർബാനയ്ക്ക് മേടിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ എനിക്ക് നല്ലൊരു ധൈര്യം കിട്ടി. അങ്ങനെ ഞാൻ 1 മാസക്കാലം റൂമിലിരുന്നു. അത് കഴിഞ്ഞിട്ട് ജനുവരി ഒരു 10ാം തീയതിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വെറുതെ പുറത്ത് പോയിട്ട് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ക്യാഷ് മേടിക്കാൻ പോയതാണ്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ സ്ക്വാഡ് തന്നെ എന്നെ പിടിച്ചു. അപ്പോൾ അവരോട് ഞാൻ ഗവൺമെൻറ്റിൻ്റെ പേപ്പറെല്ലാം കൊടുത്തു. പക്ഷേ അവർ പറഞ്ഞു അത് സാരമില്ല, പോരെ, നമുക്ക് നാട്ടിൽ പോകണ്ടേ പെട്ടെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ഒരു 10 ദിവസം അവിടെ ജയിലിലുണ്ടായിരുന്നു. ജയിലിൽ കിടത്തപ്പോൾ എനിക്ക് അന്നേരം എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. കാര്യം ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു കാശിരൂപം തന്നിട്ടുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. അതൊക്കെ ചൊല്ലിയിട്ട് ഈ പ്രതിഷേധം കാണാതെ ഞാൻ പഠിച്ചിരുന്നു. അപ്പോൾ ഞാനത് ചൊല്ലിക്കൊണ്ടിരുന്നു, രാവിലെ വൈകിട്ട് എപ്പോഴും ചൊല്ലും.
അപ്പോൾ പെട്ടെന്ന് എംബസിയിൽ നിന്ന് എന്നെ വിളിച്ചു, തങ്ങൾക്ക് പോകാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ട് താൽക്കാലികമായിട്ട് പാസ്പോർട്ട് ഞങ്ങൾ തന്നുവിടാം, തനിക്ക് പോകാമെന്ന്. പക്ഷേ ഞാനവിടെ കിടക്കുമ്പോൾ തന്നെ 2 മാസം 5 മാസക്കാലമൊക്കെ ആയ കുറേ ആൾക്കാർ അവിടെ ഉണ്ട്, പല രാജ്യത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ പോണേക്ക് മുമ്പായിട്ട് എന്നെ പരിശുദ്ധ അമ്മ കയറ്റി വിടാൻ ഇടയായി. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ മാസമാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് ഫെബ്രുവരി ഞാൻ നാട്ടിൽ വന്ന് ഇവിടെ വന്ന് ഉടുമ്പടിയിലാണ് ഇപ്പോൾ ഞാൻ ഉടുമ്പടി എടുത്ത് ജീവിക്കുകയാണ്. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണ വിശ്വസിച്ചുകൊണ്ട് 1000 കോടി നന്ദി പറയും. ഞങ്ങളുടെ അടുത്തുള്ളൊരു അനാഥ മന്ദിരം ഉണ്ടായിരുന്നു. അവിടെ ഭക്ഷണം കൊടുക്കുകയും സാമ്പത്തികമായിട്ട് സഹായിക്കുകയും ചെയ്തിരുന്നു. പിന്നെ എൻ്റെ ഉടമ്പടി പത്രം എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്ഥലങ്ങളിലെല്ലാം കൊടുത്തു. പിന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാരെ തന്നെ മിക്കവരും തന്നെയും എനിക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അവരും കുറേ പേരെ 5-6 പേരെ എനിക്ക് ഉടമ്പടി എടുപ്പിക്കാനായിട്ട് സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ മാതാവ് തന്നതിന് ഓർത്ത് 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 18:35 മുതലുള്ള തിരുവചനങ്ങളിൽ അങ്ങെനിക്ക് രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. സീന സാജു തൻ്റെ മകളും സഹോദരനുമൊക്കെയായിട്ട് താൻ എടുത്ത ഉടമ്പടിയുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തനിക്ക് ലഭിച്ചതിന് നന്ദിയായി ഇവിടെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. താനിവിടെ വരുമ്പോൾ 13 വർഷമായിട്ട് കുടുംബ കലഹം, അതുമൂലം ഏകദേശം 13 വർഷമായി തൻ്റെ തന്നെ ആത്മീയ ജീവിതം ശോഷിച്ചു പോയിരുന്നു. കുർബാനയോ കുംഭസാരമോ ഒന്നുമില്ല, തങ്ങളുടെ സഭയുടെ കാര്യങ്ങളനുസരിച്ചുള്ള യാതൊന്നുമില്ലാത്ത കൂദാശ ജീവിതത്തിനൊന്നും അധികം താല്പര്യപ്പെടാതെ ഈ മകളും കടന്നുപോയ വർഷങ്ങൾ. ഉടമ്പടി എടുത്തതിന് ശേഷം അതിനൊക്കെ മാറ്റം വന്നു. തനിക്ക് ആത്മീയമായിട്ടും അതുപോലെ തൻ്റെ സ്വഭാവത്തിലുമൊക്കെ മാറ്റം വന്നു. ഉടമ്പടി തന്നെ അങ്ങനെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലങ്കൈ എന്നെ താങ്ങി നിർത്തി. സങ്കീർത്തകൻ പറയുന്നുണ്ട്. ഈ ഒരു താങ്ങി നിർത്തൽ ഇത് ഉടമ്പടിയുടെ മാത്രം സ്വന്തമാണ്. അതിനു മുൻപും നമുക്ക് ഈ മകൾക്ക് ദൈവത്തെ അറിയാം, ദൈവത്തോട് സ്നേഹമില്ലാതെയോ ഒന്നുമായിട്ടല്ല. എന്നാൽ താൻ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ തനിക്ക് തന്നെ പുതിയ ഒരു വ്യക്തിത്വം തന്നിൽ തന്നെ രൂപപ്പെടുകയാണ്. അതിന് ഉടമ്പടി നമുക്കൊരു പാത തെളിച്ചു തരികയാണ്. ദൈവവുമായിട്ട് അകന്നു നിന്ന ആ നാളുകളെ വീണ്ടും കണ്ണി ചേർത്ത് ഇണക്കുകയാണ് ഉടമ്പടി ചെയ്യുക. അങ്ങനെ തനിക്ക് കുടുംബത്തിൽ സമാധാനമായി, തൻ്റെ ആത്മീയ ജീവിതത്തിന് ഉണർവ് കിട്ടി. പിന്നീട് അത് വിശുദ്ധ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളിലൂടെയൊക്കെ തനിക്കും കുടുംബത്തിനും കിട്ടിയ കൃപകളായിട്ടാണ് ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുക. അതുപോലെ തന്നെ തൻ്റെ മകളുടെ ഭയം കാരണമായിട്ട് ആ മകൾക്കുണ്ടായ ഭയം, പിന്നീട് പഠനത്തിൽ വന്ന ഉയർച്ച, ഇതൊക്കെ തൻ്റെ ഉടമ്പടി നിയോഗങ്ങളിലൂടെ തനിക്ക് ലഭിച്ചു. വീണ്ടും സഹോദരൻ്റെ സാക്ഷ്യമാണത്. ആ മകൻ തന്നെ പറഞ്ഞു താൻ എവിടെയായിരുന്നെന്നും തനിക്ക് എങ്ങനെ കുവൈറ്റിൽ ജയിലിൽ പോകേണ്ടി വന്നു. പിന്നീട് തനിക്ക് മുൻപേ പോയവർ, തന്നോടൊത്തു പോയവരൊക്കെ അവിടെ കഴിയുമ്പോഴും 9 ദിവസം കൊണ്ട് ആ 9ാമത്തെ ദിവസം തനിക്ക് ജയിലിൽ നിന്ന് പുറത്തു വരുവാൻ കഴിഞ്ഞു. എനിക്ക് ഭയം തോന്നിയില്ല. പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഈ സഹോദരി കൊടുത്തു വിട്ടിരുന്നു. ആ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചും അതുപോലെ ജപമാല, വെഞ്ചരിച്ച കാശുരൂപം, ഇതൊക്കെ തൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് തനിക്ക് അശേഷം ഭയം തോന്നിയില്ല. അമ്മ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും, എനിക്ക് വേണ്ടത് അമ്മ പ്രദാനം ചെയ്യും, ആ ഒരു ചിന്ത. അത് അങ്ങനെ തന്നെ അമ്മ എങ്ങനെയാണ് ഇടപെടുന്നത്. അമ്മയുടെ അടുത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി അല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക. അമ്മ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട്, തൻ്റെ ഇളയമ്മയായ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ തിടുക്കത്തിലാണ് മലമ്പ്രദേശത്തോടു കൂടെ യാത്ര ചെയ്യുക. അപ്പോൾ പരിശുദ്ധ അമ്മ ഗർഭിണിയാണ്. ആ അമ്മയാണ് മലമ്പ്രദേശത്തോടു കൂടി തൻ്റെ ഇളയമ്മയെ ശുശ്രൂഷിക്കുവാനായിട്ട് യാത്ര ചെയ്ത് കടന്നു പോകുന്നത്. ഈ തിടുക്കം
മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള ഈ ഒരു സന്നദ്ധത, തിടുക്കം, ഇത് അമ്മയുടെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട്. ആ അവസരത്തിലും അമ്മ മറ്റുള്ളവരെ ഓർക്കുന്നു. ഇത് തന്നെയാണ് ഇന്നും അമ്മ ചെയ്തുകൊണ്ടിരിക്കുക. തിരുക്കുമാരൻ്റെ അടുത്ത് നാം നിയോഗം വെച്ച് നമ്മുടെ ഉടമ്പടി ജീവിതത്തിലൂടെ നാം പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ സ്നേഹിക്കുന്ന മകനാണ്, മകളാണ് എന്ന് അമ്മയ്ക്ക് അറിയുമ്പോൾ അമ്മ അവിടെ ഇടപെടും. അങ്ങനെ എത്രയേറെ സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും അമ്മ നമുക്ക് വേണ്ടിയിട്ട് അത് അനുകൂലമാക്കും. അമ്മ ജയിലിലോ ഓപ്പറേഷൻ തിയേറ്ററിലോ എവിടെയൊക്കെ അമ്മ വരണമോ അവിടെയൊക്കെ അമ്മ വരും. പക്ഷേ കൊണ്ടുപോകേണ്ടത് നാമാണ്. നാം കൊണ്ടുപോയില്ലെങ്കിൽ വരില്ല. അത് ഉത്തരവാദിത്വം നമ്മുടേതാണ്. അതാണ് ഉടമ്പടിയുടെ വിശ്വസ്തത എന്ന് പറയുക. അങ്ങനെ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ വഴിയായിട്ട് തൻ്റെ സഹോദരന് ലഭിച്ച ജയിൽ മോചനവും, അതുപോലെ ആ സഹോദരൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് ഇന്ന് താൻ ഉടമ്പടി ജീവിതമാണ് നയിക്കുന്നതെന്ന് ആ മകനും പറയുകയുണ്ടായി. എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ മക്കളോടൊപ്പം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.